कृष्ण प्रेक्षाय श्रीमदे जयपदाग स्वामी रामिने नमाचार्यपदाय निताय कृपपदायिने पूरपदामदाय नगर ग्रामकारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण. അപ്പൊ ഇന്ന് നമ്മള് തുടങ്ങുന്നത് ചൈതന്യ ചരിതാമൃതത്തിന്റെ 3-ാമത്തെ അധ്യായമാണ്. ഇപ്പോ 2 അധ്യായം നമ്മൾ പിന്നിട്ടു. മുഖവുരയില് ചൈതന്യ മഹാപ്രഭു ആരാണ്, തിരുനാമത്തിന്റെ മഹാത്മ്യം, ശീലപ്രഭുപാദർ വഹിച്ച പങ്കിനെ കുറിച്ചൊക്കെ പ്രതിപാദിച്ചു. അതിനുശേഷം ഗ്രന്ഥത്തെക്കുറിച്ച് പ്രഭുപാദർ പറഞ്ഞത്, കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയെ കുറിച്ച്, ചൈതന്യ മഹാപ്രഭുവിന്റെ കേരള സന്ദർശനം, അതിനുശേഷം ചൈതന്യ മഹാപ്രഭുവിന്റെ ചൈതന്യ ചരിതാമൃതത്തിന്റെ രത്നചുരുക്കം, പിന്നെ ആമുഖത്തില് ശീലപ്രഭുപാദര് ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാര ഉദ്ദേശത്തെ കുറിച്ചും ശരണാഗതിയെ കുറിച്ചും ഒക്കെ പറഞ്ഞു. അതുപോലെ അതിന്റെ പ്രായോഗികത, ശീലപ്രഭുപാദര് പറയുന്നത് കൃഷ്ണ കോൺഷ്യസ് ഡിവോട്ടിക്ക് അപകട സാധ്യതയില്ല. കാരണം മനസ്സും ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കുന്നത് കൊണ്ട് അപകട സാധ്യതയില്ല. ഇപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ ശിക്ഷണവും അത് തന്നെയായിരുന്നു. അപ്പോ നമ്മൾ ഫോളോ ചെയ്യുന്ന യുക്ത വൈരാഗ്യം. അപ്പൊ അതിനുശേഷം അവതാരികയില് ശീലപ്രഭുപാദർ 1967 ന്യൂയോർക്കിൽ 5 ദിവസം കൊടുത്ത പ്രഭാഷണം ആണ് അവതാരികയായിട്ട് എഴുതിയിരിക്കുന്നത്. അതിനുശേഷം 1-ാം അധ്യായത്തില് ആധ്യാത്മിക ഗുരുക്കന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചു. 2-ാം അധ്യായത്തില് ചൈതന്യ മഹാപ്രഭു പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ തന്നെയാണ് എന്ന് പഠിച്ചു. അതിനുശേഷം 3-ാം അധ്യായത്തിൽ വരുമ്പോ ചൈതന്യ അവതാരത്തിന്റെ ബാഹ്യ കാരണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഇൻട്രൊഡക്ഷൻ വായിക്കാം. ഈ അധ്യായത്തിൽ ഗ്രന്ഥകർത്താവ് ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തിനെ കുറിച്ചുള്ള ബാഹ്യ കാരണങ്ങൾ പൂർണ്ണമായും ചർച്ച ചെയ്തിരിക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ലീലകൾ പ്രദർശിപ്പിച്ചതിന് ശേഷം താനും സ്വദാസന്മാരും സുഹൃത്തുക്കളും മാതാപിതാക്കളും പ്രേമികമാരും തമ്മിൽ നടന്ന പരസ്പര സേവനത്തിന്റെ പ്രേമവിനിമയത്തിന്റെയും അതീന്ദ്രിയ രസം നേരിട്ട് വിശദമാക്കുന്നതിന് ഒരു ഭക്തന്റെ രൂപത്തിൽ അവതാരമെടുക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് ചിന്തിച്ചു. വൈദിക സാഹിത്യമനുസരിച്ച് കലിയുഗത്തിൽ മനുഷ്യകുലത്തിന്റെ സർവപ്രധാന ധർമ്മം നാമസങ്കീർത്തനം അഥവാ ഭഗവാന്റെ ദിവ്യനാമത്തിന്റെ സംഘം ചേർന്നുള്ള കീർത്തനമാണ്. ഈ യുഗത്തിന് വേണ്ടിയുള്ള അവതാരം ഈ പ്രക്രിയയെ പ്രത്യേകം വിശേഷിച്ചും പ്രചരിപ്പിക്കുന്നു. എന്നാൽ മേൽപ്പറഞ്ഞ 4 മുഖ്യ ആധ്യാത്മിക രസങ്ങളിൽ ഭഗവാനും ഭക്തന്മാരും തമ്മിൽ നിർവഹിച്ച പ്രേമ വ്യവഹാരങ്ങൾ വിശദമാക്കാൻ സാക്ഷാൽ ശ്രീകൃഷ്ണന് മാത്രമേ കഴിയൂ. അതിനാൽ ശ്രീകൃഷ്ണൻ തന്റെ സമഗ്ര വിസ്തരണങ്ങളോടൊപ്പം ചൈതന്യ മഹാപ്രഭുവായി പ്രത്യക്ഷപ്പെട്ടു. ഈ അധ്യായത്തിൽ പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ കൃഷ്ണൻ നവദ്വീപിൽ ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവായി സ്വയം ആവിർഭവിച്ചത് ഈ ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു. ഇപ്പോൾ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാര ഉദ്ദേശത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ കലിയുഗത്തിലെ മനുഷ്യകുലത്തിന്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്, യുഗധർമ്മം എന്ന് പറയുന്നത് നാമസങ്കീർത്തനമാണ്. അപ്പൊ അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ചൈതന്യ മഹാപ്രഭു അവതരിച്ചു. പിന്നെ 4 മുഖ്യ ആധ്യാത്മിക രസങ്ങളെ കുറിച്ച് പറഞ്ഞു. അതില് ചൈതന്യ മഹാപ്രഭുവിന്റെ, അതായത് ദാസന്മാരും സുഹൃത്തുക്കളും മാതാപിതാക്കളും പ്രേമികമാരും തമ്മിലുള്ള പരസ്പര സേവനത്തിന്റെ
പ്രേമവിനിമയത്തിന്റെയും അതീന്ദ്രിയ രസം നേരിട്ട് വിശദീകരിക്കുന്നതിനാണ് ഭഗവാൻ ഭക്തന്റെ രൂപത്തിൽ അവതരിച്ചെന്ന് പറയും. ചൈതന്യൻ സാക്ഷാൽ കൃഷ്ണ ഭഗവാൻ തന്നെയാണ് സമർത്ഥിക്കുന്നത്. കൃഷ്ണദാസ് കവിരാജൻ ശ്രീമദ് ഭാഗവത്തിൽ മറ്റ് വേദശാസ്ത്രങ്ങളിൽ നിന്നുള്ള ധാരാളം ആധികാരിക തെളിവുകൾ അവതരിപ്പിച്ചു. അത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചതാണ്. പരമദിവ്യനായ ശ്രീകൃഷ്ണനിൽ മാത്രം ലക്ഷ്യമാകുന്ന ശാരീരിക ലക്ഷണങ്ങൾ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ തിരുമേനിയിലും കാണുന്നതിനെ കുറിച്ച് അദ്ദേഹം ശ്രമിക്കുന്നു. ശ്രീ ചൈതന്യൻ തന്റെ പാർശ്വതന്മാരുമായി, അതായത് നിത്യാനന്ദൻ, അദ്വൈതൻ, ഗദാധരൻ, ശ്രീവാസൻ പ്രത്യക്ഷനായത് ഹരേ കൃഷ്ണ കീർത്തനത്തിന്റെ പ്രത്യേക പ്രാധാന്യം പ്രചരിപ്പിക്കുന്നതിനായിരുന്നു. അതേ എന്ന് തെളിയിക്കുകയും ചെയ്തു. ചൈതന്യ ഭഗവാന്റെ ആവിർഭാവം പരമപ്രസക്തവും അതേസമയം രഹസ്യവുമായിരുന്നു. പരിശുദ്ധ ഭക്തന്മാരാലും ഭക്തിയുത സേവന പ്രക്രിയയിലൂടെയും മാത്രമേ അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഭഗവാൻ തന്നെ ഒരു ഭക്തനായി അവതരിച്ചുകൊണ്ട് ഭഗവാൻ എന്ന നിലയിലുള്ള തന്റെ വ്യക്തിത്വം ഗോപ്യമാക്കി വയ്ക്കാൻ ശ്രമിച്ചു. എന്നാൽ പരിശുദ്ധ ഭക്തന്മാർക്ക് അവിടുത്തെ പ്രത്യേക സവിശേഷതകളാൽ അവിടുന്ന് തിരിച്ചറിയാൻ കഴിയും. വേദങ്ങളും പുരാണങ്ങളും ചൈതന്യ ഭഗവാന്റെ ആവിർഭാവം പ്രവചിച്ചിട്ടുണ്ടെങ്കിലും അവിടുന്ന് ചിലപ്പോൾ പരമപുരുഷനായ ഭഗവാന്റെ ഛന്നാവതാരം എന്ന് വിളിക്കപ്പെടുന്നത് തികച്ചും അർത്ഥപൂർണമാണ്. അപ്പൊ ഇവിടെ ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ ഭഗവാൻ തന്നെയാണെങ്കിൽ ചൈതന്യ മഹാപ്രഭു ഒരിക്കലും ഞാൻ ഭഗവാന്റെ അവതാരം ആണ് എന്ന് അവകാശപ്പെട്ടിട്ടില്ല. പല ഭക്തന്മാരും അങ്ങ് സാക്ഷാൽ ഭഗവാൻ തന്നെയാണല്ലോ എന്ന് പറഞ്ഞപ്പോ ചൈതന്യ മഹാപ്രഭു രണ്ട് ചെവിയും പൊത്തിക്കൊണ്ട് ശ്രീ വിഷ്ണു ശ്രീ വിഷ്ണു ശ്രീ വിഷ്ണു എന്ന് പറഞ്ഞു. ഇപ്പൊ നമുക്ക് ശാസ്ത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുമ്പോൾ ഒരു അവതാരവും ഏതെങ്കിലും ഭഗവാന്റെ ഒരു അവതാരം വന്നാൽ ആ അവതാരം അത് ഭഗവാനാണ്, അല്ലെ ഞാൻ ഭഗവാനാണ് എന്ന് സമ്മതിച്ചിട്ടില്ല. അതാണ് അവതാരത്തിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇവിടെ ചൈതന്യ മഹാപ്രഭു ചന്ന അവതാരം എന്ന് പറഞ്ഞു വെച്ചാല് എല്ലാവർക്കും അറിയപ്പെടാൻ കഴിയില്ല, രഹസ്യമാണ്. അദ്വൈതാചാര്യൻ ചൈതന്യ മഹാപ്രഭുവിന്റെ പിതാവിന്റെ സമകാലികനായിരുന്നു. അവിടുന്ന് ലോകത്തിന്റെ അവസ്ഥയിൽ വളരെയധികം ദുഃഖിച്ചു. കൃഷ്ണന്റെ അവതാരത്തിന് ശേഷവും ആർക്കും കൃഷ്ണന്റെ ഭക്തി സേവനത്തിൽ താല്പര്യം ഉണ്ടാകാത്തതായിരുന്നു അവിടുത്തെ ദുഃഖത്തിന് കാരണം. ഇപ്പോ അദ്വൈതാചാര്യനും ചൈതന്യ മഹാപ്രഭു അവതരിക്കാൻ ഒരു കാരണമായി. കാരണം ഈ ലോകത്തിലെ അവസ്ഥ കണ്ടിട്ട് അദ്ദേഹം വളരെയധികം ദുഃഖിച്ചു. അത് മാത്രമല്ല, ഭഗവാൻ കൃഷ്ണൻ അവതരിച്ചിട്ട് പോയിട്ടും ആൾക്കാർക്ക്, ജനങ്ങൾക്ക് ഭക്തിയുത സേവനത്തിൽ താല്പര്യമില്ല. അപ്പൊ അത് ഒരു ദുഃഖത്തിന് കാരണമായി. ലോക ജനതയുടെ ഈ ഭഗവത് വിസ്മൃതി വളരെ ആഴമേറിയതായിരുന്നതിനാൽ ഭഗവത് ഭക്തിയുത സേവനത്തിൽ ജനങ്ങളെ ബോധദീപ്തരാക്കാൻ കൃഷ്ണനല്ലാതെ മറ്റാർക്കും സാധ്യമല്ലെന്ന് അദ്വൈത പ്രഭുവിന് ബോധ്യമായി. അതുകൊണ്ട് കൃഷ്ണനോട് ചൈതന്യ മഹാപ്രഭുവായി പ്രത്യക്ഷപ്പെടുവാൻ അദ്വൈത അഭ്യർത്ഥിച്ചു. തുളസീദളവും ഗംഗാജലവും സമർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ വരവിന് വേണ്ടി അവിടുന്ന് കേണപേക്ഷിച്ചു. തന്റെ പരിശുദ്ധ ഭക്തന്മാരിൽ സംപ്രീതനായ ഭഗവാൻ അവരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി അവതാരം കൊണ്ടു. അങ്ങനെ അദ്വൈതാചാര്യനാൽ സംപ്രീതനായി ശ്രീ ചൈതന്യൻ അവതരിച്ചു. അപ്പോ അദ്വൈതാചാര്യൻ ശാലഗ്രാം ശില വെച്ചിട്ട് ഗംഗാജലവും തുളസിയും സമർപ്പിച്ചു, പ്രാർത്ഥിച്ചു. ആ സ്ഥലം ഇപ്പോഴും നമുക്ക് മായപ്പൂരിൽ പോയി കാണാം. അദ്വൈത ഭവൻ. ഇപ്പോ ശ്ലോകം 1 വായിച്ചു തുടങ്ങുകയാണ്. ശ്രീ ചൈതന്യ പ്രഭുവും വന്ദേ യത്പദാശ്രയ വീര്യതാ സംഗൃഹാണി ആകാര പ്രദാത് അജ്ഞാ സിദ്ധാന്ത തത്മണി. എന്റെ വിവർത്തനം ഇതാണ്. ചൈതന്യ മഹാപ്രഭുവിനെ നാമങ്ങൾ അവിടുത്തെ ചരണാശ്രയത്താൽ ഒരു വിഡ്ഢിക്ക് പോലും വേദശാസ്ത്രങ്ങളുടെ കനിയിൽ നിന്നും നിർണായക സത്യങ്ങളുടെ അമൂല്യങ്ങൾ ശേഖരിക്കാൻ കഴിവുണ്ടാവും. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് എല്ലാ സ്തുതികളും, നിത്യാനന്ദ പ്രഭുവിന് എല്ലാ സ്തുതികളും.
അദ്വൈതാചാര്യനും മഹാപ്രഭുവിന്റെ ഭക്തവൃന്ദത്തിനും എല്ലാ സ്തുതികളും. തൃതീയ ശ്ലോകേരാർത്ഥ കൈല വിവരണ ചതുർത്ഥ ശ്ലോകേര അർത്ഥശിന ഭക്തഗണ. ഞാൻ 3 ശ്ലോകങ്ങളുടെ ഭാവാർത്ഥം നൽകി. അല്ലയോ ഭക്തന്മാരെ, ഇനി 4-ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം ശ്രവിച്ചാലും. അനാർപ്പിത ചരീം ചിരാത് കരുണയാവതീർണ കലോ സമർപ്പയിതും ഉന്നതോജ്ജലരസാം സ്വഭക്തിശ്രിയം ഹരിപുരട സുന്ദരദ്യുതി കദംബ സന്ദീപത സദാഹൃദയ കന്ദരേ സ്ഫുരതു വാ സച്ചിനന്ദന. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ്. അനാർപ്പിത ചരീം ചിരാത് കരുണയാവതരണ കലോ സമർപ്പയിതും ഉന്നതോജ്ജലരസാം സ്വഭക്തിശ്രിയം ഹരിപുടര സുന്ദരേ ദ്വിതി കദംബ സന്ദീപിത സദാഹൃദയ കന്ദരേ സ്ഫുരതു വാ സച്ചിനന്ദന. പലരും ശ്രീ ചൈതന്യ ചരിതാമൃതം തുടങ്ങുമ്പോൾ ഈ ശ്ലോകം വായിച്ചിട്ട് തുടങ്ങാറുണ്ട്. ശ്രീമതി സച്ചിദേവിയുടെ പുത്രൻ എന്നറിയപ്പെടുന്ന പരമപുരുഷനായ ഭഗവാൻ നിങ്ങളുടെ ഹൃദയത്തിൽ അന്തഃപുരത്തിൽ എന്നെന്നും വസിക്കുമാറാകട്ടെ. തിളയ്ക്കുന്ന പൊന്നിന്റെ തിളക്കത്തോട് വിളങ്ങുന്ന അവിടുന്ന് തന്നുടെ കാരണമില്ലാ കരുണയാൽ ഈ കലിയുഗത്തിൽ ഇപ്പോൾ അവതരിച്ചിരിക്കുകയാണ്. മുമ്പൊങ്ങും ഒറ്റൊരു അവതാരവും നൽകാൻ ഭക്തിയുടെ ഉന്നതോജ്ജല രസമായ മാധുര്യ പ്രേമരസം. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. അപ്പൊ ഇവിടെ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാര ഉദ്ദേശ്യം കാരണമില്ലാ കരുണയാൽ കലിയുഗത്തില് അവതരിച്ചു. അപ്പൊ മറ്റ് ഒരു അവതാരവും നൽകാൻ കഴിയാത്ത ഒരു കാര്യമാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് നൽകുന്നത്. അതാണ് മാധുര്യ പ്രേമരസം. അപ്പൊ ഇത് ശ്രീരൂപകസ്വാമി ചിട്ടപ്പെടുത്തിയ വിദഗ്ധ മാധവം എന്ന നാടകത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. അടുത്ത 5-ാമത്തെ ശ്ലോകം പൂർണ്ണ ഭഗവാൻ കൃഷ്ണ വ്രജേന്ദ്രം കുമാര ഓലേകേര വ്രജേര സഹനിത്യ വിഹാര. വ്രജരാജന്റെ പുത്രനായ ശ്രീകൃഷ്ണനാണ് പരിപൂർണ ഭഗവാൻ. വ്രജധാമം ഉൾപ്പെടുന്ന ശാശ്വതമായ തന്റെ ഗോലോകധാമത്തിൽ അവിടുന്ന് നിത്യലീലകൾ ആസ്വദിക്കും. ഇതിന് ശീല പ്രഭുപാദര് ഭാവാർത്ഥം കൊടുത്തിട്ടുണ്ട്. വ്രജേന്ദ്രകുമാരനായ ശ്രീകൃഷ്ണൻ ഷഡൈശ്വര്യ സമ്പൂർണനായ ഭഗവാനാണെന്ന് മുൻ അധ്യായം സമർത്ഥിച്ചു. ഗോലോകം എന്നറിയപ്പെടുന്ന സ്വധാമത്തിൽ അവിടുന്ന് വൈവിധ്യാത്മകമായ ദിവ്യ ഐശ്വര്യങ്ങൾ ശാശ്വതമായി ആസ്വദിക്കുന്നു. ആധ്യാത്മിക ഗൃഹമായ കൃഷ്ണലോകത്തിലെ അവിടുത്തെ ലീലകൾ അപ്രകടം എന്ന് വിളിക്കപ്പെടുന്നു. കാരണം അവ ദത്താത്മാക്കളുടെ പ്രവർത്തന മണ്ഡലത്തിന് അപ്പുറത്താണ്. കൃഷ്ണൻ എല്ലായ്പ്പോഴും എല്ലായിടത്തും സന്നിഹിതനാണ്. എന്നാൽ അവിടുന്ന് നമ്മുടെ ദൃഷ്ടികൾക്ക് ഗോചരമല്ലാത്തപ്പോൾ അപ്രകടൻ എന്ന് വിളിക്കപ്പെടുന്നു. ഇവിടെ മുൻ അധ്യായത്തിൽ പഠിച്ചത് തന്നെയാണ്. ശ്രീകൃഷ്ണൻ തന്നെയാണ് സാക്ഷാൽ പരമ ദിവ്യോത്തമ പുരുഷൻ. ഗോലോകമാണ് ഏറ്റവും ഉന്നതമായ ഗ്രഹം. അപ്പൊ ഭഗവാൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തന്നെ നമ്മുടെ എല്ലാം രക്ഷകൻ, പരിപാലകൻ, നിയന്താവ്, എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഭഗവാന് ഷഡൈശ്വര്യം 6 ഐശ്വര്യത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ ഭൗതിക ലോകത്ത് നമുക്ക് നമ്മുടെ ദൃഷ്ടികൾ കൊണ്ട് ഭഗവാന്റെ ലീലകള് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതാണ് ഇവിടെ അപ്രകടൻ എന്ന് പറയുന്നത്. 6-ാമത്തെ ശ്ലോകം ബ്രഹ്മാരേകദിനേതിൻഹോ ഏകമാരം
അവതീർണഹനാകരേണ പ്രകടവിഹാര. ബ്രഹ്മാവിന്റെ ദിവസത്തിൽ ഒരിക്കൽ അവിടുന്ന് തന്റെ ലീലകൾ പ്രദർശിപ്പിക്കുന്നതിന് ഈ ലോകത്തിലേക്ക് വരും. സത്യത്രേതാദ്വാപര കലിചാരി യുഗജാനി ചേയി ചാരിയുഗേ ദിവ്യയുഗമാനി. സത്യ, ത്രേത, ദ്വാപര, കലി എന്നീ ഇങ്ങനെ 4 യുഗങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ഈ 4 യുഗങ്ങൾ ചേർന്നാൽ ഒരു ദിവ്യ യുഗം ആകുന്നു. ഏകാത്തര ചതുർയുഗേ ഏകമന്വന്തര ചൗദമന്വന്തര ബ്രഹ്മാര ദിവസ ഇതര. 71 ദിവ്യയുഗങ്ങൾ ചേരുന്നതാണ് ഒരു മന്വന്തരം. അപ്പൊ ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. 71 ദിവ്യയുഗങ്ങൾ ചേർന്നതാണ് ഒരു മന്വന്തരം. അതായത് സത്യ, ത്രേത, ദ്വാപര, കലി ഇങ്ങനെ 4 യുഗങ്ങള് ഉണ്ട്. ഇവ 4ഉം ചേരുമ്പോ ഒരു ദിവ്യയുഗമായി മാറും. അപ്പൊ 71 ദിവ്യയുഗങ്ങൾ ചേരുന്നതാണ് ഒരു മന്വന്തരം എന്ന് പറയുന്നത്. അപ്പൊ ഒരു മന്വന്തരം എന്ന് പറയുന്നത്, അതായത് ബ്രഹ്മാവിന്റെ പകൽ അതിനെ 14 മന്വന്തരങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഭാവാർത്ഥത്തിൽ പ്രഭുപാദർ പറയുന്നത്, ഒരു മനുവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന കാലയളവാണ് ഒരു മന്വന്തരം. 14 മനുക്കളുടെ ഭരണകാലം ബ്രഹ്മാവിന്റെ ഒരു പകൽ. അതായത് നമ്മുടെ 12 മണിക്കൂർ തുല്യം. ബ്രഹ്മാവിന്റെ രാത്രിക്കും ഇതേ ദൈർഘ്യമുണ്ട്. ഈ കണക്കുകളെല്ലാം സൂര്യസിദ്ധാന്തം എന്നറിയപ്പെടുന്ന ആധികാരിക ജ്യോതിശാസ്ത്രത്തിൽ നൽകിയിട്ടുള്ളതാണ്. ഈ ഗ്രന്ഥത്തിന്റെ ഒരു ബംഗാളി വിവർത്തനം വിമൽ പ്രസാദ് ദത്ത എന്ന മഹാനായ ജ്യോതിശാസ്ത്ര ഗണിത ആചാര്യനും പിൽക്കാലത്ത് ഭക്തിസിദ്ധാന്ത സരസ്വതി ഗോസ്വാമി എന്നറിയപ്പെടുകയും ചെയ്ത ഞങ്ങളുടെ ആധ്യാത്മിക ഗുരുവാണ് ചിട്ടപ്പെടുത്തിയത്. സൂര്യസിദ്ധാന്തം പരിഭാഷപ്പെടുത്തിയതിന് സിദ്ധാന്ത സരസ്വതി എന്ന നാമം നൽകി. അദ്ദേഹം ആദരിക്കപ്പെട്ടു. സന്യാസം സ്വീകരിച്ചപ്പോൾ ഗോസ്വാമി മഹാരാജ് എന്നുകൂടി അദ്ദേഹത്തിന്റെ നാമത്തിൽ കൂട്ടിച്ചേർത്തു. ഇപ്പൊ ഇവിടെ ഭക്തിസാന്ത സരസ്വതി ഠാക്കൂറിന്റെ ആദ്യത്തെ പേരാണ് വിമൽ പ്രസാദ്. അദ്ദേഹം ജ്യോതിശാസ്ത്ര വിദഗ്ധനായിരുന്നു. അപ്പൊ അദ്ദേഹം എഴുതിയ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രഭുപാദർ ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. സൂര്യസിദ്ധാന്തം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിന് പിന്നീട് സന്യാസം സ്വീകരിച്ചപ്പോൾ ഗോസ്വാമി മഹാരാജ് ആയിട്ട് അറിയപ്പെട്ടു. ശ്ലോകം നമ്പർ 9. വൈവസ്വതനാമയൈ സപ്തമാമന്വന്തരാം സദായിശ ചതുർയുഗതഹാര അന്തരാം. ഏഴാമത്തേതായ ഇപ്പോഴത്തെ മനുവിനെ വൈവസ്വ മനു, അതായത് വിവസ്വാന്റെ പുത്രൻ എന്ന് വിളിക്കുന്നു. വൈവസ്വ മനുവിന്റെ 27 ദിവ്യയുഗങ്ങൾ. എത്ര യുഗം ആർക്കും വായിക്കാൻ പറ്റും? സൗരവർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. അപ്പൊ ഇവിടെ ഭാവാർത്ഥത്തിൽ പ്രഭുപാദര് 14 മനുക്കളുടെ പേരെടുത്ത് പറയുന്നുണ്ട്. ഇപ്പം സ്വയംഭൂ മനു, സാരോശിഷ, ഉത്തമ, താമസ, ജൈവത, ചക്ഷുഷ, വൈവസ മനുവാണ് നമ്മൾ 7ാമത്തെ ഇപ്പോഴത്തെ മനു. സാവർണി, ദക്ഷസാവർണി, ബ്രഹ്മസാവർണി, ധർമ്മസാവർണി, രുദ്രപുത്ര അതായത് രുദ്രസാവർണി, രൗച്യ അഥവാ ദേവസാവർണി, 14ാമത്തത് ഭൗതിക അഥവാ ഇന്ദ്രസാവർണി. ഇങ്ങനെ 14 മനുക്കളുടെ കാര്യം പ്രഭുപാദർ പറയുന്നു. 10ാമത്തെ ശ്ലോകത്തില് നമ്മൾ ഓർമ്മിക്കാനുള്ളത് നമ്മൾ 7ാമത്തെ മനുവിന്റെ കാലഘട്ടമാണ്. അഷ്ടാവിംശ ശതയുഗേ ദ്വാപരേ ശേഷം പ്രചേരസഹിതേ ഹയ കൃഷ്ണേര പ്രകാശേ. അപ്പൊ 28ാമത്തെ ചതുർയുഗത്തിലെ ദ്വാപരയുഗത്തിന്റെ അന്ത്യത്തിൽ കൃഷ്ണൻ വ്രജധാമത്തിന്റെ പൂർണ്ണ സന്നാഹത്തോടു കൂടി ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നു.
അപ്പൊ 28ാമത്തെ ചതുർയുഗത്തിലെ ദ്വാപരയുഗത്തിന്റെ അന്ത്യത്തിലാണ് വ്രജധാമത്തിലെ പൂർണ്ണ സന്നാഹത്തോടുകൂടി ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. ഭാവാർത്ഥ ദൃഷ്ടിയിലെ പ്രഭുപാദർ പറയുന്നത് ശ്രീ ചൈതന്യം പ്രത്യക്ഷനായ വൈവസ്വമനുവിന്റെ കാലഘട്ടം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വൈവസ്വമനുവിന്റെ കാലഘട്ടത്തിലാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു അവതരിച്ചത്. ആദ്യം 28ാമത്തെ ദിവ്യയുഗത്തിലെ ദ്വാപരയുഗത്തിന്റെ അന്ത്യത്തിൽ ശ്രീകൃഷ്ണൻ പ്രത്യക്ഷനാകുന്നു. പിന്നീട് അതേ ദിവ്യയുഗത്തിൽ കലിയുഗത്തിൽ ചൈതന്യ മഹാപ്രഭു പ്രത്യക്ഷനാകുന്നു. അപ്പൊ 28ാമത്തെ ദിവ്യയുഗത്തിലെ ദ്വാപരയുഗത്തിന്റെ അന്ത്യത്തിൽ അത് ഓർമ്മിച്ചുണ്ടാകും. ശ്രീകൃഷ്ണനും ചൈതന്യനും ബ്രഹ്മാവിന്റെ ദിവസത്തിൽ ഒരിക്കൽ, അതായത് 71 ദിവ്യ യുഗങ്ങൾ നീളുന്ന മന്വന്തരങ്ങൾ 14 മാറി വരുന്നതിൽ ഒരിക്കൽ മാത്രം അവതരിക്കുന്നു. എപ്പോഴുമില്ല. 71 യുഗങ്ങൾ നീളുന്ന മന്വന്തരങ്ങളിൽ 14 മാറി വരുന്നതിൽ ഒരിക്കൽ മാത്രം അവതരിക്കുന്നു. അതായത് ബ്രഹ്മാവിന്റെ പകലിന്റെ ആരംഭം മുതൽ ശ്രീകൃഷ്ണ ഭഗവാൻ പ്രത്യക്ഷനാകുന്നതിന് മുമ്പ് 6 മനുക്കൾ ആവിർഭവിക്കുകയും തിരോഭവിക്കുകയും ചെയ്യുന്നു. അപ്രകാരം ശ്രീകൃഷ്ണ ഭഗവാന്റെ ആവിർഭാവത്തിന് മുമ്പ് ബ്രഹ്മാവിന്റെ പകലിന്റെ വർഷങ്ങൾ, അതായത് കടന്നുപോയി. സൗരവർഷങ്ങൾ പ്രകാരമുള്ള ജ്യോതിശാസ്ത്രപരമായ ഒരു കണക്കാണിത്. അതായത് ഇത്രയും നമ്മൾ മനസ്സിലാക്കുക. അതായത് ബ്രഹ്മാവിന്റെ പകൽ എന്ന് പറഞ്ഞാൽ ഒരു കൽപ്പം, അതില് 14 മന്വന്തരങ്ങൾ, 1000 ദിവ്യയുഗങ്ങൾ. അപ്പൊ 1000നെ 14 കൊണ്ട് ഭാഗിച്ചാൽ 71 ദിവ്യയുഗം കിട്ടും. അപ്പൊ ആ ദിവ്യയുഗത്തില് അതായത് യുഗത്തെ നമ്മൾ 12ആയി ഭാഗിക്കുമ്പോൾ അതിലെ പ്രഥമ സന്ധ്യ എന്ന് പറയും. പ്രഥമ സന്ധ്യയിലാണ് ചൈതന്യ പ്രഭുവിന്റെ ആവിർഭാവം വരുന്നത്. ഇതില് പ്രഭുപാദര് പറയുന്നത് 4586 സൗരവർഷങ്ങൾ കടന്നുപോയി. ആ കടന്നുപോയ പ്രഥമ സന്ധ്യയിലാണ് ശേഷമാണ് ചൈതന്യമാത്തിന്റെ ആവിർഭാവം. അടുത്തത് ദാസ്യ സഖ്യവാത്സ്യ ശൃംഗാരചാരിരസ ചാരീഭാവേര ഭക്തയത കൃഷ്ണാകാരവശഃ. ദാസ്യവും സഖ്യവും വാത്സല്യവും ശൃംഗാരവും 4 അതീന്ദ്രിയ രസങ്ങളാണ്. ഇവ 4നെയും ഹൃദയത്തിൽ സ്നേഹപൂർവ്വം വളർത്തുന്ന ഭക്തന്മാർക്ക് കൃഷ്ണനെ വശപ്പെടുത്താൻ കഴിയും. ദാസ്യവും സഖ്യവും വാത്സല്യവും മാതൃരസവും പ്രേമഭരിതമായ ഭഗവത് സേവനത്തിലുള്ള 4 രീതികളാണ്. ശാന്തരസം അഥവാ ഉദാസീന അവസ്ഥയെ ഈ ശ്ലോകത്തിൽ എടുത്തു പറഞ്ഞിട്ടില്ല. കാരണം ശാന്തരസത്തിൽ ഒരുവൻ പരമസത്യത്തെ ഏറ്റവും ഉത്കൃഷ്ടവും മഹനീയവുമായി കരുതുന്നെങ്കിലും അതിനപ്പുറം കടക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. ശാന്തരസം ഭൗതികവാദികളായ തത്വജ്ഞാനികൾക്ക് വളരെ മതിപ്പുളവാക്കുന്ന ആശയമാണ്. പക്ഷേ അത്തരം ആശയപരമായ ഈശ്വര അഭിമാന സാക്ഷാത്കാരം കേവലം ഒരു തുടക്കമാണ്. അത് ആധ്യാത്മിക ലോകത്തിലെ ബന്ധങ്ങളിൽ വളരെ താഴ്ന്ന തലത്തിലുള്ളതാണ്. ശാന്തരസത്തിന് അധികം പ്രാധാന്യം നൽകുന്നില്ല. കാരണം അറിയപ്പെടേണ്ടവനും അറിയുന്നവനും തമ്മിൽ അന്യോന്യം നേരിയ ധാരണ ഉണ്ടായാൽ പോലും തൽക്ഷണം സജീവവും പ്രേമഭരിതവുമായ പരസ്പര വിനിമയങ്ങൾക്ക് ആരംഭമായി. കൃഷ്ണനും ഭക്തന്മാരും തമ്മിലുള്ള അടിസ്ഥാന ബന്ധം ദാസ്യരസമാണ്. അതുകൊണ്ട് അതീന്ദ്രിയ ഭക്തിയുത സേവനത്തിലെ ആദ്യ വിധാനമായി ഈ ശ്ലോകം ദാസ്യത്തെയാണ് പരിഗണിക്കുന്നത്. അപ്പോ 5 രസങ്ങളില് ഏറ്റവും ശ്രേഷ്ഠമാണ് നമുക്കറിയാം മാധുര്യ രസമാണ്. ആ മാധുര്യ രസത്തില് 5 രസത്തില്
അതിലെ പ്രഭുപാദിലൂടെ പറയുന്ന ശാന്തരസത്തിന് അധികം പ്രാധാന്യം നൽകുന്നില്ല. അത് ഉദാസീനമായ അവസ്ഥ. അതായത് ഒരു രാജാവ് എന്നുള്ള നിലയിൽ ഭഗവാനെ കാണുകയും സേവിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. പക്ഷെ അതേസമയം മറ്റുള്ള രസങ്ങള് ദാസ്യഭാവം, ദാസനായിട്ടും സഖ്യം, ഫ്രണ്ട്ഷിപ്പായിട്ടും വാത്സല്യമായിട്ടും വരുന്നുണ്ട്. അപ്പൊ അതില് 4 രസത്തിനാണ് പ്രാധാന്യം എന്ന് പ്രഭുപാദിന്റെ പറയും. അപ്പൊ പ്രഭുപാദിന്റെ അടുത്ത് പലപ്പോഴും പലരും ചോദിച്ചു, നമ്മൾ ഏത് ഭാവത്തിലാണ് സേവനം ചെയ്യേണ്ടത് എന്ന്. പ്രഭുപാദിൽ പറഞ്ഞു, നമ്മള് ദാസ്യഭാവം. കാരണം നമ്മുടെ സ്വരൂപം ജീവയുടെ സ്വരൂപം പോയി കൃഷ്ണേര നിത്യദാസൻ. നമ്മൾ ഭഗവാന്റെ നിത്യദാസന്മാരാണ്. അപ്പൊ ദാസ്യഭാവത്തിൽ വേണം നമ്മൾ ഭഗവാനെ സേവനം ചെയ്യാൻ. അപ്പൊ പ്രഭുപാദിനടുത്ത് വീണ്ടും ചോദിച്ചു, കാരണം നമ്മുടെ സ്വരൂപസിദ്ധി എങ്ങനെ അറിയാൻ പറ്റും? അപ്പൊ പ്രഭുപാദ് പറഞ്ഞു, അത് നമുക്ക് അറിഞ്ഞുകൂടാ. അത് ഭഗവാൻ നമുക്ക് എന്തെങ്കിലും വെളിവാക്കി തന്നാൽ നമുക്ക് കൊള്ളാം. പക്ഷെ നമുക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ദാസ്യഭാവത്തിലാണ് എന്ന് പ്രഭുപാദ് പറഞ്ഞു. അപ്പൊ നമുക്ക് ഒരു ശ്ലോകം കൂടെ വായിക്കാം. ഇവിടെ നല്ല മഴയുണ്ട്, അപ്പൊ സൗണ്ട് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. 12ാമത്തെ ശ്ലോകം. ദാസസഖാ പിതാ മാതാ കാന്തഗണാലന ബ്രജേ ഹരേ കൃഷ്ണ പ്രേമാവിഷ്ടഹന. ബ്രജത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ ദാസന്മാരോടും സുഹൃത്തുക്കളോടും മാതാപിതാക്കളോടും പ്രണയികളോടും ഒപ്പം അത്തരം അതീന്ദ്രിയ പ്രേമത്തിൽ പീഡിക്കുന്നു. ഭാവാർത്ഥം, ശ്രീകൃഷ്ണന്റെ അവതാരം അത്യന്തം ലക്ഷ്യപൂർണമാണ്. അവിടുത്തെ ദിവ്യമായ ജനനത്തിന്റെയും പ്രവൃത്തികളുടെയും അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിച്ചവർ തൽക്ഷണം മോചിതരാകുമെന്നും അവർക്ക് ഇപ്പോഴത്തെ ഭൗതിക ശരീരം ത്യജിച്ചതിനു ശേഷം ജനന മരണങ്ങളുടെ ഈ അസ്തിത്വത്തിലേക്ക് വീണ്ടും പതിക്കേണ്ടി വരികയില്ലെന്നും ഭഗവത്ഗീതയിൽ പറയുന്നു. അതായത് മറ്റു വിധത്തിൽ പറഞ്ഞാൽ, കൃഷ്ണനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ഒരുവൻ തന്റെ ജീവിതം പരിപൂർണമാക്കുന്നു. ഭൗതിക ലോകത്തിൽ നാം എല്ലാവരോടും പങ്കുവയ്ക്കുന്ന 5 വ്യത്യസ്ത ബന്ധങ്ങളായ ശാന്തം, ദാസ്യം, സഖ്യം, വാത്സല്യം, ദാമ്പത്യത്തിലോ അല്ലാതെയോ ആയ കാമുക ബന്ധം എന്നിവയിലൂടെ നമുക്ക് അനുഭവവേദ്യമാകുന്നത് അപൂർണമായ ജീവിതമാണ്. ഭൗതിക ലോകത്തിലെ 5 ആസ്വാദ്യകരമായ ബന്ധങ്ങളും ദിവ്യപ്രകൃതിയാൽ സമ്പൂർണനായ ശ്രീ ഭഗവാനുമായുള്ള ബന്ധങ്ങളുടെ വികൃതമായ പ്രതിഫലനങ്ങളാണ്. ശാശ്വതമായി നിലനിൽക്കുന്ന നമ്മുടെ 5 തരം ആദിമ ബന്ധങ്ങളെ പുനരുദ്ധരിക്കാനാണ് ഭഗവാൻ അവതരിച്ചത്. ജനങ്ങൾ തന്റെ അതീന്ദ്രിയ പ്രവർത്തന മണ്ഡലത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതിനും വ്യാജമായ ഭൗതിക ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നതിനുമായി അവിടുന്ന് ബ്രജത്തിലെ തന്റെ അതീന്ദ്രിയ ലീലകൾ ആവിഷ്കരിക്കുന്നു. അത്തരം ലീലകളെല്ലാം പൂർണ്ണമായി പ്രകടമാക്കിയതിനു ശേഷം അവിടുന്ന് തിരോഭവിക്കുന്നു. ഒരു ശ്ലോകം കൂടെ വായിച്ചു നിർത്താം. 13. യഥേഷ്ട വിഹരി കൃഷ്ണ കരേ അന്തർദാന കരിമനെ കരേ അനുമാന. തന്റെ അതീന്ദ്രിയ ലീലകളിൽ യഥേഷ്ടം വിഹരിച്ചതിന് ശേഷം അവിടുന്ന് അന്തർദാനം ചെയ്യുന്നു. അപ്രത്യക്ഷമായതിനു ശേഷം അവിടുന്ന് ഇപ്രകാരം ചിന്തിക്കുന്നു. ഇനി അങ്ങോട്ട് ഭഗവാന്റെ അവതാരത്തിന്റെ ഉദ്ദേശം ഒന്നൊന്നായിട്ട് വെളിവാക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, ഒരു പ്രഥമ കാരണം നാമസങ്കീർത്തനം തന്നെയാണ്. അപ്പൊ പിന്നീട് ഇനിയുള്ള ശ്ലോകങ്ങളില് ഭഗവാൻ എന്തിനു വേണ്ടിയാണ് അവതരിച്ചത്, അതായത് യുഗധർമ്മമായ നാമസങ്കീർത്തനം പ്രചരിപ്പിക്കുക, തുടക്കമിടുക, അതിനുവേണ്ടി ഭക്തന്റെ രൂപത്തിൽ സ്വയം അവതരിച്ചു. അതുപോലെ ഭക്തിയുടെ സേവനം സ്വയം ആചരിക്കാതെ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഈ നിഗമനം ഭാഗവത്തിലും ഉടനീളം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോ
ചൈതന്യ മഹാപ്രഭു തന്നെ ഭക്തന്റെ രൂപത്തിൽ വന്ന് നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്തത് എങ്ങനെയാണ് ഭക്തിയുടെ സേവനം ചെയ്യേണ്ടത് എന്ന്. ഭഗവത്ഗീത നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? പവിത്രാണായ സാധുവിനാം വിനാശന ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാൻ യുഗേ. ഭഗവാന്റെ അവതാര ഉദ്ദേശം സാധുക്കളെ രക്ഷിക്കാനും ദുഷ്കൃതയെ നിഗ്രഹിക്കാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനുമാണ് എന്ന് പറയുന്നത്. ചൈതന്യ മഹാപ്രഭുവിന്റെ ഉദ്ദേശം ഇവിടെ എല്ലാ പതിതാത്മാക്കൾക്കും കൃഷ്ണപ്രേമം നൽകുക എന്നുള്ളതായിരുന്നു. അപ്പോ ഇവിടെ കാരണം നോക്കാതെ അല്ലെങ്കിൽ ജാതി ഭേദം നോക്കാതെ എല്ലാവർക്കും ആരെല്ലാം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചു തുടങ്ങുന്നു അവർക്കെല്ലാം കുറേശ്ശെ കൃഷ്ണപ്രേമം കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഇത് ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു വരദാനമാണ് ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പൊ ഇനി അടുത്ത യുഗത്തിൽ, അടുത്ത കലിയുഗത്തിൽ ചൈതന്യ മഹാപ്രഭു നമ്മോടൊപ്പം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടം ഗോൾഡൻ പീരീഡ്, സുവർണ യുഗം എന്ന് അറിയപ്പെടുന്നത്. പക്ഷെ പ്രഭുപാദർ പറഞ്ഞത് 10,000 വർഷം ഈ പ്രസ്ഥാനം നിലനിൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രഭുപാദരുടെ പുസ്തകങ്ങള് 10,000 വർഷത്തോളം നിലനിൽക്കുകയും ജനങ്ങള് അത് പ്രാവർത്തികമാക്കുകയും ചെയ്യും. അതിനുശേഷം പിന്നീട് ആൾക്കാര് താല്പര്യം കുറഞ്ഞു തുടങ്ങും. അപ്പൊ നമ്മളെല്ലാം വളരെ വളരെ ഭാഗ്യവാന്മാരാണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ അനുഗ്രഹം കിട്ടാനും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാനും. ഹരേ കൃഷ്ണ. 5:45 അപ്പൊ ഇവിടെ നമുക്ക് ഏതെങ്കിലും വിഷയം ചർച്ചയ്ക്കുണ്ടോ? ഹരേ കൃഷ്ണ. എന്തെങ്കിലും അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. കൃഷ്ണ. ഇപ്പൊ നല്ല മഴയുണ്ട് ഇവിടെ. എല്ലാവർക്കും കേൾക്കാൻ കഴിഞ്ഞോന്നറിയില്ല. അപ്പൊ നമ്മൾ കേൾക്കാൻ പറ്റി. അപ്പൊ നമ്മൾ വായിച്ചത് എത്രാമത് ശ്ലോകം വരെ ഓർമ്മയുണ്ടോ? കറണ്ടും പോയി. 13 വരെ വായിച്ചു. 13 വരെ വായിച്ചു പ്രഭു. 14 അങ്ങോട്ടാണ് വായിക്കാനുള്ളത്. അതില് ഭഗവാന്റെ അവതാര ഉദ്ദേശം കുറിച്ച് പറയുന്നുണ്ട്, മോശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. ഓക്കെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേ. ശ്രീ ചൈതന്യ ചരിതാമൃത की जय. श्रील प्रभुपाद की जय. हरे कृष्ण. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. വളരെ നന്ദി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.